ന്യൂ SCERT ടെക്സ്റ്റ് ബുക്ക് ക്ലാസ് 9 ചാപ്റ്റർ 8 ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക്. ഇതാണ് ഇന്നത്തെ ഓഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിലേക്ക് കിടക്കാം. ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക്. ആണെന്നും പെണ്ണെന്നും വേർതിരിക്കുന്ന ജീവശാസ്ത്രപരമായ സവിശേഷതകളെ സൂചിപ്പിക്കുന്നതാണ് ലിംഗഭേദം. ലിംഗപദവി എന്നത് പ്രത്യേക സാമൂഹിക സന്ദർഭങ്ങളിലൂടെ പുരുഷൻ, സ്ത്രീ എന്നീ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സാമൂഹികവും സാംസ്കാരികവും മാനസികവുമായ സവിശേഷതകളെ സൂചിപ്പിക്കുന്നു. ലിംഗപദവി സാമൂഹിക നിർമ്മിതിയാണ്. ഇത് ഒരു ആർജിത പദവിയാണ്. വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ സമൂഹത്തിൻ്റെ ഭാഗമായി മാറുന്നതിനായി ആ സമൂഹത്തിൻ്റെ മൂല്യങ്ങളും വഴക്കങ്ങളും പഠിച്ചെടുക്കുന്നതാണ് സാമൂഹീകരണം. എന്താണ് സാമൂഹീകരണം? വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ സമൂഹത്തിൻ്റെ ഭാഗമായി മാറുന്നതിനായി ആ സമൂഹത്തിൻ്റെ മൂല്യങ്ങളും വഴക്കങ്ങളും പഠിച്ചെടുക്കുന്നതാണ് സാമൂഹീകരണം. ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി. എന്താണ് ട്രാൻസ്ജെൻഡർ വ്യക്തി? ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തിയാണ് ട്രാൻസ്ജെൻഡർ വ്യക്തി. ജനനത്താൽ തന്നെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സാമൂഹിക പദവിയാണ് ആരോപിത പദവി. വ്യക്തികൾ സ്വന്തം കഴിവിലൂടെയും തിരഞ്ഞെടുപ്പുകളിലൂടെയും നേടിയെടുക്കുന്ന സാമൂഹിക പദവിയാണ് ആർജിത പദവി. അപ്പോൾ ആരോപിത പദവി ഒരു വ്യക്തിക്ക് ജന്മന ലഭിക്കുന്നത്, ജനനത്താൽ തന്നെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പദവി. ആർജിത പദവി ആ ജീവിതത്തിലൂടെ അവർ നേടിയെടുക്കുന്നത്, ആർജിക്കുന്നതാണ് ആർജിത പദവി. സമൂഹത്തിലെ വ്യക്തികളെ തുല്യതയില്ലാത്ത തരത്തിൽ വിവിധ തട്ടുകളിലായോ ശ്രേണികളിലായോ സാമൂഹികമായി സ്ഥാനപ്പെടുത്തുന്നതാണ് സാമൂഹിക ശ്രേണീകരണം. എക്സാമ്പിൾ, ജാതി വ്യവസ്ഥ. ക്ലോഡിയ ഗോൾഡിൻ 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടി. തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെക്കുറിച്ചായിരുന്നു ഗവേഷണം. സാമ്പത്തിക ശാസ്ത്രത്തിൽ സമ്മാനം നേടുന്ന മൂന്നാമത്തെ വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ. 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള സമ്മാനം നേടിയ വ്യക്തിയാണ് ക്ലോഡിയ ഗോൾഡിൻ. ഒരു സമൂഹത്തിൽ പുരുഷനും സ്ത്രീയും എങ്ങനെയൊക്കെ സംസാരിക്കണം, ചിന്തിക്കണം, വസ്ത്രം ധരിക്കണം, പെരുമാറണം എന്നും എന്തൊക്കെ ജോലികൾ ചെയ്യണമെന്നുമുള്ള പ്രതീക്ഷകളാണ് ലിംഗപദവിപരമായ പങ്ക് അല്ലെങ്കിൽ ജെൻഡർ റോൾ എന്ന് പറയുന്നത്. 1987 സതിനിരോധന നിയമം നിലവിൽ വന്നു. ഇന്ത്യൻ പാർലമെൻറ്റ് സതി നിരോധിച്ചു. അപ്പോൾ ഇന്ത്യയിൽ സതിനിരോധന നിയമം നിലവിൽ വന്നത് 1987. ഭരണഘടനയുടെ അനുച്ഛേദം 17 1955 പൗരാവകാശ സംരക്ഷണ നിയമത്തിലൂടെയാണ് ഇന്ത്യയിൽ തൊട്ടുകൂടായ്മ എന്ന അനാചാരം നിരോധിക്കുന്നത്. അനുച്ഛേദം 17. എഴുതപ്പെടാത്തതും എന്നാൽ ഒരു സമൂഹത്തിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്നതുമായ ചില വഴക്കങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇവയാണ് സാമൂഹിക വഴക്കങ്ങൾ അഥവാ സോഷ്യൽ നോംസ്. സാമാന്യവൽകൃതമായ അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില സവിശേഷ വിഭാഗങ്ങളെയും ജനതകളെയും സാമൂഹികരമായി വർഗീകരിക്കുന്ന രീതിയാണ് വാർപ്പു മാതൃക അഥവാ സ്റ്റീരിയോ ടൈപ്പ്. എന്താണ് വാർപ്പു മാതൃക അഥവാ സ്റ്റീരിയോ ടൈപ്പ്? സാമാന്യവൽകൃതമായ അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില സവിശേഷ വിഭാഗങ്ങളെയും ജനങ്ങളെയും സാമൂഹികമായി വർഗീകരിക്കുന്ന രീതിയാണ് വാർപ്പു മാതൃക അഥവാ സ്റ്റീരിയോ ടൈപ്പ്. മാധ്യമങ്ങളും ലിംഗപദവി വാർപ്പുകളും, ഭാഷയും ലിംഗപദവി വാർപ്പുകളും, ഇതെല്ലാം ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നതാണ്. ജാതി, മതം, ലിംഗപദവി എന്നീ ഭേദങ്ങളില്ലാതെ എല്ലാ അംഗങ്ങൾക്കും സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി ലഭ്യമാകുന്ന ഒരു സമൂഹമാണ് ന്യായ സമൂഹം. എല്ലാ അംഗങ്ങളും സന്തോഷവും ക്ഷേമവും ആസ്വദിക്കുന്ന ഒരു സമൂഹത്തെ ന്യായ സമൂഹം എന്ന് പറയാം. ഇങ്ങനെ പറഞ്ഞത് ജസ്റ്റിസ് VR കൃഷ്ണയ്യറാണ്.
എല്ലാ അംഗങ്ങളും സന്തോഷവും ക്ഷേമവും ആസ്വദിക്കുന്ന ഒരു സമൂഹത്തെ ന്യായ സമൂഹം എന്ന് പറയാം. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 14 എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണെന്ന് വ്യക്തമാക്കുന്നു. ഒരു വ്യക്തിയും ലിംഗഭേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചനം നേരിടരുതെന്ന് അനുച്ഛേദം 15 പ്രസ്താവിക്കുന്നു. അനുച്ഛേദം 15 എന്താണ് പറയുന്നത്? ഒരു വ്യക്തിയും ലിംഗഭേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചനം നേരിടാൻ പാടില്ല. അനുച്ഛേദം 14 എന്താണ് പറയുന്നത്? എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ വിവിധ അനുച്ഛേദങ്ങൾ ലിംഗപദവിയുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് എന്ന് 2014 നൽസ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ വിധിന്യായത്തിൽ സുപ്രീം കോടതി വ്യാഖ്യാനിച്ചു. ഇന്ത്യൻ ഭരണഘടനയിലെ ലിംഗപദവിയുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങൾ. ആർട്ടിക്കിൾ 14 എന്താണ് പറയുന്നത്? എല്ലാ ലിംഗപദവികളുടെയും തുല്യാവകാശം. ആർട്ടിക്കിൾ 15 ഒരു വ്യക്തിക്കും ലിംഗപദവിയുടെ അടിസ്ഥാനത്തിൽ വിവേചനം ഉണ്ടാവാൻ പാടില്ല. ആർട്ടിക്കിൾ 16 എല്ലാ ലിംഗപദവികൾക്കും അവസര സമത്വം. ആർട്ടിക്കിൾ 19(1)(a) എല്ലാ ലിംഗപദവികൾക്കും സ്വതന്ത്രമായ വേഷം, പെരുമാറ്റം, പ്രവൃത്തികൾ എന്നിവയിലൂടെ ലിംഗപദവി പ്രകടിപ്പിക്കാൻ അവകാശമുണ്ട്. ആർട്ടിക്കിൾ 21 എല്ലാ ലിംഗപദവികൾക്കും അന്തസ്സിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയ്ക്കും അവകാശമുണ്ട്. ആർട്ടിക്കിൾ 51(a)(e) സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കേണ്ടത് ഇന്ത്യൻ പൗരരുടെ മൗലിക കർത്തവ്യമാണ്. ഇത്രയുമാണ് ചാപ്റ്റർ 8 കൊടുത്തിട്ടുള്ളത്. താങ്ക് യു.